എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഫാമിലി എന്ന സിനിമയെക്കുറിച്ചാണ്. വിനയ് ഫോർട്ട്, മാത്യു തോമസ് തുടങ്ങിയ താരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 6-നാണ് ഫാമിലി എന്ന സിനിമ OTTയിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ജിഗ്ര എന്ന സിനിമയെക്കുറിച്ചാണ്. അലിയ ഭട്ടാണ് സിനിമയിൽ നായിക. ഈ സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 6-നാണ് ജിഗ്ര എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പല്ലൊട്ടി 90s കിഡ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. യുവ താരനിരയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണം നേടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സിനിമ ഇഷ്ടമായി. ഇപ്പോഴിതാ പല്ലൊട്ടി 90s കിഡ്സിന്റെ OTT അവകാശം വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഡിസംബർ 6-ന് 90s കിഡ്സ് എന്ന സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബോഗൻവില്ല എന്ന സിനിമയെക്കുറിച്ചാണ്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. അമൽ നീരദിന്റെ സിനിമയായതുകൊണ്ട് സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ സിനിമ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം സോണി ലീവ് വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 13-നാണ് ബോഗൻവില്ലയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി. അടുത്തൊരു അപ്ഡേറ്റ് കങ്കു എന്ന സിനിമയാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു. 150 കോടിക്ക് മുകളിൽ സിനിമ ബോക്സ് ഓഫീസിൽ നഷ്ടമായിരുന്നു. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഡിസംബർ 12-നാണ് സിനിമയുടെ OTT വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ കങ്കു എന്ന സിനിമ ലീക്കായിട്ട് വന്നിരിക്കുകയാണ്. ഓവർസീസ് ആയിട്ടാണ് സിനിമ റിലീസ് ആയിരിക്കുന്നത്. എന്തിസാൻ എന്ന OTT പ്ലാറ്റ്ഫോമിലാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യൽ OTT അല്ല വന്നിരിക്കുന്നത്. എങ്കിലും HD പ്രിന്റാണ് കങ്കുവയുടെ വന്നിരിക്കുന്നത്. ഇന്ന് സർപ്രൈസ് ആയിട്ട് കങ്കുവ വരുമെന്ന് ആരും കരുതിയില്ല. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.